എനിക്കറിയാം നിങ്ങൾ പറയും ഇവന് പ്രാന്താണെന്ന്, എന്നാലും ഞാനിത് പറയും ഏകദേശം 1.45 lakhs വിലയുള്ള iPhone 17 Pro Maxൽ പോലും നിങ്ങൾ എന്ത് പറഞ്ഞാലും സാധിച്ചു തരാവുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഇല്ല. ആ ഒരു പരിപാടി വെറും 55,000 രൂപയ്ക്ക് മാത്രം കിട്ടുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ആ പറഞ്ഞ പേഴ്സണൽ അസിസ്റ്റന്റ് പരിപാടി എന്താണെന്നല്ലേ, ഈ കാണുന്ന ഗോൾഡൻ കാർഡ് കണ്ടോ, ഇത് ഓർത്ത് വെച്ചോ, ഞാൻ പിന്നീട് അതിലേക്ക് വരാം. സോ ഇതാണ് മോട്ടറോള സിഗ്നേച്ചർ. മോട്ടോ ഇറക്കിയിരിക്കുന്ന ഏറ്റവും പ്രീമിയം അഥവാ അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് താഴെ മേടിക്കാവുന്ന സ്മാർട്ട് ഫോണിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമറയാണ് ഇതിൽ വരുന്നതെന്നാണ്. ഈവൻ DxOMark 2026 റേറ്റിംഗിൽ പോലും ഇതാണ് ഏറ്റവും മുന്നിലെന്ന്. അത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത് iPhone 17 Pro Maxുമായിട്ടാണ്. അതിന് ഇത് രണ്ട് ലീഗ് ആണെങ്കിലും നമുക്ക് അറിയാമല്ലോ എന്താണ് ഇതിൽ ഫ്ലാഗ്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം രണ്ടെണ്ണത്തിലും 3 നാനോമീറ്ററിന്റെ പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ സൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്. മോട്ടോ ഒരു 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്, ഐഫോൺ ഒരു 6.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഐഫോണിന്റെ കുറച്ചുള്ള ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ്, മോട്ടോയുടെ കുറച്ചുകൂടി എല്ലാ സൈഡ്സും ചെറിയൊരു കർവേച്ചർ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ആണ്. സോ ഒരു തിന്നായിട്ടുള്ള ബെസലിന്റെ ഒരു ഫീൽ തരാൻ വേണ്ടി. എന്തായാലും ഡീഫോൾട്ട് ആയിട്ട് മോട്ടോയുടെ സ്ക്രീൻ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിവിഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മോഡിലാണ്. ഐഫോണിലെ പോലെ ഒരു ന്യൂട്രൽ ഡിസ്പ്ലേ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് മോട്ടോയുടെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് ന്യൂട്രൽ ഇടാം, അല്ല കുറച്ചുകൂടി റേഡിയന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. സോ ഡിസ്പ്ലേ എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സത്യം പറയാലോ ഐഫോണിന്റെ ആ ഒരു പില്ല് അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. വളരെ വലിയൊരു പില്ലാണ് കൊടുത്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഹോൾ പഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്രയും ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് അവിടെ പോകുന്നത്. ആൻഡ് ഓൾസോ മോട്ടറോളയുടെ ഇത് ഒരു എക്സ്ട്രീം ആമോലെഡ് LTPO ഡിസ്പ്ലേ ആണ്. 165 ഹെർട്സിന്റെ ഒരു റിഫ്രഷ് റേറ്റ് വരെ പോകുന്നുണ്ട്. ഐഫോണിന്റെ ഒരു റെറ്റിന XDR ഡിസ്പ്ലേ ആണ്, ഇത് 120 ഹെർട്സ് വരെയാണ് പോകുന്നത്. സോ ഗെയിമിംഗ് രണ്ട് ഫോണിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മോട്ടോയിൽ 165 FPS വരെ അല്ലെങ്കിൽ 165 ഹെർട്സിൽ വരെ കളിക്കാൻ പറ്റും. ഇനി ഔട്ട്ഡോറിൽ ഞാൻ രണ്ട് സ്മാർട്ട് ഫോൺസും ഡയറക്റ്റ് കമ്പയർ ചെയ്ത് നോക്കി, ആൻഡ് രണ്ടും നല്ലപോലെ വിസിബിൾ തന്നെയാണ്. സൈഡ് ബൈ സൈഡ് നോക്കുവാണെങ്കിൽ ഐഫോൺ ചെറിയ രീതിക്ക് ഒന്ന് ഔട്ട്ഡോറിൽ നല്ലപോലെ കാണുന്നുണ്ട്. പക്ഷേ സ്പെസിഫിക്കേഷൻ വൈസ് നിങ്ങളുടെ HDR കോണ്ടന്റ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോട്ടോ സിഗ്നേച്ചറിൽ 6200 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. വേറെ ഐഫോണിൽ 3000 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സേ ഉള്ളൂ. സോ ആ ഒരു രീതിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിറ്റ്സ് കൂടുതൽ മോട്ടോ സിഗ്നേച്ചറിലുണ്ട്. ഇനി ഫ്രണ്ടിൽ നല്ല സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഐഫോൺ അത്യാവശ്യം ഹെവി ആൻഡ് തിക്ക് ആയിട്ടുള്ള ഫോണാണ്. മോട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് 186 ഗ്രാം മാത്രമുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കയ്യിലെടുക്കുന്നത്. അത് നമ്മൾ കുറേ നേരം ഉപയോഗിക്കുന്ന സമയത്ത് ഐഫോൺ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും. സോ കംഫർട്ട് വൈസ് ഇത് കുറച്ചുകൂടി സുഖമാണ് യൂസ് ചെയ്യാൻ. 6.99 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇനി ബാക്ക് സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഐഫോണിന്റെ ഈ ഒരു അലുമിനിയം പ്ലസ് ഗ്ലാസ് ഡിസൈൻ കഴിഞ്ഞ വരെ ടൈറ്റാനിയമായിട്ട് ഇക്കൊല്ലം കൊണ്ട് ഡീഗ്രേഡ് ചെയ്ത് വീണ്ടും അലുമിനിയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മോട്ടോ സിഗ്നേച്ചറിന്റെ ബാക്ക് സൈഡ് നോക്കി ഒരു തുണി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ട്വിൽ ഇൻസ്പയർഡ് ഡിസൈൻ. ട്വിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇവിടെ കാണിച്ചു തരാം സ്ക്രീനിൽ. അതൊരു ടെക്സ്റ്റൈലിൽ യൂസ് ചെയ്യുന്ന ഒരു വീവിംഗ് പാറ്റേൺ ആണ്. അപ്പോൾ ആ ഒരു ട്വിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇത് മാർട്ടിനി ഒലീവ് എന്ന് പറഞ്ഞൊരു പാൻറ്റോൺ കളറാണ്. ബട്ട് പ്രൊട്ടക്ഷൻ വൈസ് IP68 69 കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺസ് തന്നെയാണ്. പക്ഷേ ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിന്റെ രണ്ടിനെയും ക്യാമറാസ് കമ്പയർ ചെയ്യാന്നുള്ളതാണ്. രണ്ടിലും ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഐഫോണിൽ നിങ്ങൾക്ക് 48 മെഗാ പിക്സലിന്റെ 3 ക്യാമറാസ് ആണ് വരുന്നത്. മോട്ടറോള സിഗ്നേച്ചറിൽ നിങ്ങൾക്ക് 50 മെഗാ പിക്സലിന്റെ 3 ക്യാമറാസ് ആണ് വരുന്നത്. സോ പ്രൈമറി ക്യാമറ ഏതാണ്? 50 മെഗാ പിക്സലിലെ സോണിയുടെ ലിറ്റിയ 828 സെൻസർ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫോട്ടോസ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെന്റിൽ മോട്ടറോള നല്ലപോലെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഐഫോണിന്റെ ഫോട്ടോസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ന്യൂട്രൽ ടോൺസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാണാൻ എങ്ങനെയാണോ ഏകദേശം അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മോട്ടറോളയുടെ അകത്ത് നിങ്ങൾക്ക് 2 മോഡ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ന്യൂട്രൽ ടോൺ വേണോ അതോ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ വേണോ എന്ന് കിട്ടുന്നുണ്ട്. എന്നാലും രണ്ട് നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് വിഷ്വലി കുറച്ചുകൂടി അപ്പീലിംഗ് അല്ലെങ്കിൽ കുറച്ചുകൂടി പഞ്ച് അല്ലെങ്കിൽ വിവിഡായിട്ട് നമുക്ക് തോന്നുന്നത് മോട്ടോ സിഗ്നേച്ചറിലെ ഫോട്ടോസ് തന്നെയാണ്. സോ പ്രൈമറി ക്യാമറയുടെ ഫോട്ടോ സാമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും ആ ഒരു DxOMark എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിരിക്കുന്നത് ചുമ്മാതെ അല്ല, എന്തായാലും ഫോട്ടോസിൽ അത് കാണുന്നുണ്ട്. ഇനി രണ്ടെണ്ണത്തിലും പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്. മോട്ടറോളയിൽ നിങ്ങൾക്ക് ഒരു 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയാണ്. അതിനകത്ത് 100x സൂപ്പർ സൂം പ്രോ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. ഐഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4x ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. ബേസിക്കലി ഒരു ഹ്യൂമൻ സബ്ജക്റ്റിനൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു 80 to 85 മില്ലിമീറ്ററിന്റെ ഇടയ്ക്ക് എടുക്കുമ്പോഴാണ് നമുക്കൊരു ഹ്യൂമൻ്റെ ആക്ച്വൽ ഫിഗർ വരുന്നത്. 80 to 85 മില്ലിമീറ്റർ നമ്മൾ പറയുവാണെങ്കിൽ ഒരു 3 to 3.5 എക്സിൽ എടുക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഫോട്ടോസ് നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1x എടുത്തിരിക്കുന്ന 2 ഫോട്ടോസ് കാണിച്ചു തരാം. ഇനി 2x എടുത്തിരിക്കുന്ന ഫോട്ടോസ് കാണിച്ചു തരാം. ഇനി 3x എടുത്തിരിക്കുന്ന ഫോട്ടോസ് നോക്കുമ്പോൾ മോട്ടോയ്ക്ക് പ്രോപ്പർ 3x ഫോട്ടോ എടുക്കാൻ പറ്റും. കാരണം പെരിസ്കോപ്പ് ക്യാമറ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഐഫോണിൽ 3xൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരു 3x പെരിസ്കോപ്പ് ക്യാമറ അവിടെ ഇല്ല. പകരം ഐഫോണിൽ ഒരു 4x പെരിസ്കോപ്പ് ക്യാമറയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി പുറകിലേക്ക് മാറി നിൽക്കണം. ഇനി പുറകിലേക്ക് മാറിയല്ല ഒരേ സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് 4xലേക്ക് മാറുമ്പോൾ സബ്ജക്റ്റ് അടുത്താണെന്നുണ്ടെങ്കിൽ പ്രൈമറി ക്യാമറയിൽ പോയിട്ട് 4xലേക്ക് അങ്ങ് ക്രോപ്പ് ചെയ്യും. വളരെ മോശം ഡീറ്റെയിൽ ആയി പോകുന്നുണ്ട്. സോ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള സിഗ്നേച്ചേഴ്സ് ഉണ്ട്.
ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ അൾട്രാ വൈഡ് ക്യാമറയും ഇതിൽ 50 മെഗാ പിക്സൽ തന്നെയാണ്. അൾട്രാ വൈഡ് ക്യാമറ എടുത്തിരിക്കുന്ന രണ്ടിൻ്റെയും ഫോട്ടോസ് നോക്കാം. ഇവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അൾട്രാ വൈഡ് ക്യാമറയിൽ കുറച്ചുകൂടി ഒരു ഡൈനാമിക് റേഞ്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് മോട്ടോയ്ക്ക്. ഐ വാസ് സർപ്രൈസ്. കാരണം ഡൈനാമിക് റേഞ്ചിൻ്റെ ഇഷ്യൂ ഐഫോൺസിൽ പണ്ട് തൊട്ടേ ഉണ്ട്. പ്രൈമറി ക്യാമറയിൽ അത് സോൾവ് ആയി, ടെലിഫോട്ടോയിലും കുഴപ്പമില്ലാതെ സോൾവ് ആയി. ബട്ട് അൾട്രാ വൈഡിൽ അത് ഇപ്പോഴും കാണുന്നുണ്ട്. ബാക്ക് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഐഫോണിൽ ബ്ലോൺ ഔട്ടാണ്. എന്തായാലും ആ ഒരു അൾട്രാ വൈഡ് പെർഫോമൻസിൽ നല്ലപോലെ മോട്ടോ ഫ്രണ്ടിലാണ്. ഇനി അൾട്രാ വൈഡ് ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടിലും മാക്രോ ഫോട്ടോസ് എടുക്കാം. എനിക്ക് തോന്നുന്നത് ഐഫോണിൽ മാക്രോ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു ചുറ്റുമുള്ള ബ്ലർ ഇല്ല, അത് കുറച്ച് കൂടുതലാണ്. മോട്ടോയിൽ അത്യാവശ്യം കുറച്ചുകൂടി ഫീൽഡ് ഓഫ് വ്യൂ കവർ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഐഫോണിൻ്റെ ഫോട്ടോയും നല്ലതാണ്, മോട്ടോയുടെ ഫോട്ടോയും നല്ലതാണ്. ബട്ട് ജനറൽ പബ്ലിക്കിന് ഇത് ഐഫോണിൽ എടുത്തതാണ്, ഇത് മോട്ടോയിൽ എടുത്തതാണെന്ന് പറയാതെ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആയിട്ട് തോന്നുന്നത് ഡെഫിനറ്റ്ലി മോട്ടോയുടെ ഫോട്ടോസാണ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ സെൽഫി ക്യാമറയും ഒരു 50 മെഗാ പിക്സൽ തന്നെയാണ്. സോണി ലിറ്റിയ 500 സെൻസറാണ് വരുന്നത്. ഐഫോൺസിൽ ഒരു 18 മെഗാ പിക്സലിൻ്റെ ട്രൂ ഡെപ്ത് ക്യാമറയാണ് വരുന്നത്. രണ്ടിലെടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ജനറലി ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഐഫോണിലെ ആൾക്കാർക്ക് സെൽഫി എടുക്കാനായിട്ട് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മൾ അത്രത്തോളം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത്യാവശ്യം അപ്പീലിംഗ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എന്താണോ വരുന്നത് അത് റോ ആയിട്ടാണ് ഐഫോണിൽ കാണുന്നത്. ഞാൻ 18 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണെന്നുള്ളതുകൊണ്ട് ഡീറ്റെയിൽസും ലോസ് ആവുന്നുണ്ട് കമ്പയർ ടു 50 മെഗാ പിക്സൽ. ഐഫോണിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഹൊറിസോണൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് ഇതിനകത്ത് പറ്റില്ല. ബട്ട് ഫോട്ടോ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ എഗെയിൻ ബാക്ക് ക്യാമറ പോലെ തന്നെ അപ്പീലിംഗ് ഫോട്ടോസ് എടുക്കുന്നത് മോട്ടോ തന്നെയാണ്. അപ്പോൾ ഫോട്ടോയുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഐഫോണിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫോണിൻ്റെ വീഡിയോസ് ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ വീഡിയോസ്. സോ ഐഫോണിലെ ഫുട്ടേജ് ഡെഫിനറ്റ്ലി നല്ല സ്റ്റേബിൾ തന്നെയാണ്. ബട്ട് ദിസ് ടൈം രണ്ട് വീഡിയോസ് നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ സിഗ്നേച്ചറിലുള്ള വീഡിയോസും അത്യാവശ്യം സ്റ്റേബിൾ തന്നെയാണ്. ഐഫോണുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. ബട്ട് ആ ഒരു കളർ സിഗ്നേച്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഫോട്ടോസിൽ കണ്ട പോലെ ഉള്ളൊരു കളർ സിഗ്നേച്ചർ അല്ല വീഡിയോസിൽ വരുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ബട്ട് കൺസിസ്റ്റൻ്റ് ആണ്. എന്നാൽ ഐഫോണിൻ്റെ കളർ വ്യത്യാസമുണ്ട്, മോട്ടോയുടെ കളറും വ്യത്യാസമുണ്ട്. മോട്ടോ കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റി വിവിഡ് ആയിട്ടുള്ള വീഡിയോസാണ് എടുക്കുന്നത്. ഐഫോൺ കുറച്ചുകൂടി നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് എടുക്കുന്നത്. മോട്ടോയിലൊരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡോൾബി വിഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, അതും 8Kയിൽ. ഐഫോണിൽ നിങ്ങൾക്ക് 4K 120 FPS ചെയ്യാനായിട്ട് പറ്റും. ഇനി പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടിലും 3 നാനോമീറ്റർ പ്രോസസ്സാണ്. ഐഫോണിൽ നിങ്ങൾക്കൊരു A19 Pro ചിപ്സെറ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 5 ചിപ്സെറ്റ് ആണ് വരുന്നത്. 8 Gen 5ൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. AnTuTu സ്കോർസ് ഏകദേശം 3 മില്യൺ മുകളിൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെൽ ടെസ്റ്റഡ് പ്ലാറ്റ്ഫോം ആണ്. ആൻഡ് ആപ്പിളിൻ്റെ കാര്യം നമ്മളത് പറയേണ്ട ആവശ്യമില്ല. സോ രണ്ട് ഫോണും പെർഫോമൻസ് വൈസ് ഈക്വലി എന്താ പറയുക പെർഫോമിംഗ് ആയിട്ടുള്ള ഫോണാണ്. ബട്ട് അഗെയിൻ ഐ കനോട്ട് കമ്പയർ ഹെഡ് ഓൺ ഹെഡ് ബിക്കോസ് ഇത് 1.5 ലക്ഷം രൂപയുടെ ഫോണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് അവിടെ ഉണ്ട്. ബട്ട് അതിൻ്റെ ഒരു 3 ഇരട്ടി കുറവ് പ്രൈസിന് കിട്ടുന്ന ഈ ഒരു ഫോണിലും പെർഫോമൻസ് ഡേ ടു ഡേ പെർഫോമൻസ് വൈസ് ഒന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ രണ്ട് ഫോണിലും ഫേസ് ചെയ്തില്ല. ഐഫോണിൽ ഇക്കൊല്ലുമാണ് ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ വന്നത്. ഇതിലൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, അത് ഇതിലും ഉണ്ട്. സോ ദർ ഇസ് നോ ഹീറ്റിംഗ് ഇഷ്യൂ ഇൻ ബോത്ത് ഫോൺസ്. ഈവൻ ഞാൻ ഇതിൽ AnTuTu ടെസ്റ്റ് ചെയ്ത സമയത്ത് പോലും മാക്സിമം 40 ഡിഗ്രി വരെയൊക്കെ പോകുന്നുള്ളൂ. ഇനി 17 Pro Maxൻ്റെ ഇന്ത്യൻ സിം വേരിയൻറ്റിൽ ഏകദേശം എത്ര അറിയാം 4832 mAh ബാറ്ററിയാണ് ഐഫോണിൽ വരുന്നത്. ഇത്ര തിക്കായിട്ടുള്ള ഇത്ര ഹെവി ആയിട്ടുള്ള ഫോണായിട്ട് കൂടി. പക്ഷേ അഗെയിൻ ആ ഒരു mAh കണ്ട ഐഫോണിന് ജഡ്ജ് ചെയ്ത് കിട്ടും. അത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു യുഐയും പ്രോസറും ഹാർഡ്വെയർ എല്ലാം ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സുഖമായിട്ട് എനിക്ക് ബാറ്ററി ബാക്കപ്പ് 1 day ഫുൾ ഈസിലി ഐഫോൺ 17 Pro Maxൽ ആ ഒരു ബാറ്ററിയിലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യണമെങ്കിൽ 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് ആപ്പിളിൻ്റേതായിട്ടുള്ളൊരു PD ചാർജർ ഉണ്ട്. അത് കുത്തിയാലേ 40 വാട്ടിൻ്റെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് കിട്ടുള്ളൂ. ആപ്പിൾ ഒബ്വിയസ്ലി ബോക്സിൽ ചാർജർ തരാറില്ല, അത് വേറെ മേടിക്കണം. നമ്മുടെ കയ്യിലുള്ള വല്ല 40 വാട്ടിൻ്റെ ചാർജറോ റെബോ കുത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ഫാസ്റ്റായിട്ട് ചാർജ് ആവും. ബട്ട് ആ ഒരു ഫാസ്റ്റ് കിട്ടില്ല. പിന്നെ വയർലെസ് ചാർജിങ് പറയേ വേണ്ട, വളരെ സ്ലോ ആണ്. മറുഭാഗത്ത് മോട്ടോറോള സിഗ്നേച്ചറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ റീസെൻ്റ്ലി പല അൺബോക്സിംഗ് വീഡിയോസിലും കണ്ടു പല ആൾക്കാരും പറയുന്നു ബ്രോ ഇതിനകത്ത് ജസ്റ്റ് 5200 mAh ബാറ്ററിയേ കൊടുത്തിട്ടുള്ളൂ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇറ്റ്സ് എ വെരി സ്ലിം ഫോൺ. 186 ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന 6.99 mm മാത്രം തിക്നെസ് ഉള്ള ഒരു ഫോണിൽ 5200 സിലിക്കൺ കാർബൺ ബാറ്ററി ഈസ് അമേസിങ്. കാരണം അത്ര വെയിറ്റ് കുറവ് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. പിന്നെ കംഫർട്ട് ഈസ് എ ബിഗ് തിങ്. നിങ്ങളൊരു 7000 അല്ലെങ്കിൽ 8000 mAh ബാറ്ററി വെച്ച് ഹെവി ആയിട്ടുള്ള ഫോണിനേക്കാളും ഇറ്റ്സ് മോർ കംഫർട്ടബിൾ. ആൻഡ് മൂന്നാമത്തെ കാര്യം വളരെ പെട്ടെന്ന് ചാർജ് ആവും. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഐ തിങ്ക് 15 minutes ഒക്കെ നിങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ 50% ചാർജ് ആവും. ആൻഡ് ആ ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല, ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ പോലെയല്ല. ആൻഡ് ഓൾസോ ഡിസ്പ്ലേ ഒരു LTPO പാനലാണോ, അപ്പോൾ 1 Hz to 120 Hz വേരിയബിളി റിഫ്രഷ് ആവും. 165 Hz വരെ വേരിയബിളി റിഫ്രഷ് ആവും. പിന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്, ഹീറ്റും അധികം ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് നല്ലപോലെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 day സുഖമായിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് കിട്ടും. ഈവൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് എല്ലാം ഉള്ളതുകൊണ്ട് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്, എഫിഷ്യൻ്റ് ആണ്. ഇതിൻ്റെ രസം എന്താ വെച്ചാൽ ഇതിനകത്ത് മാക്സിമം 40 വാട്ടിൻ്റെ അല്ലേ ഫാസ്റ്റ് ചാർജിങ് വയേർഡ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇതിനകത്ത് 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ആ ഒരു മാക്സേഫ് പരിപാടി ഇല്ല, അതായത് ഫോണിൻ്റെ ബാക്കിൽ മാക്സേഫ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ആക്സറി ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഈ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരിപാടി അത് C2-ലാണ് വരുന്നത്, അത് ഇതിനകത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഐ ഡോണ്ട് നോ അത് എങ്ങനെയാണത്, ബട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു. ഇനി OS വൈസ് ഒരെണ്ണം ആൻഡ്രോയിഡ് ആണ്, ഒരെണ്ണം iOS ആണ്. സോ അത് ഹെഡ് ഓൺ ഹെഡ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും മോട്ടോയുടെ അകത്ത് നിങ്ങൾക്ക് ഹലോ UI ആണ് വരുന്നത്, ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള ആൻഡ് സിഗ്നേച്ചർ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരു പ്ലോട്ട് വേസും കണ്ടില്ല. ഈവൻ ഞാൻ പല ആൾക്കാരും പറഞ്ഞ് ക്യാമറ സ്റ്റട്ടർ ഉണ്ടോ എന്ന് വരെ ചെക്ക് ചെയ്ത് നോക്കി. ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ആക്കി ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ പോലും സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്യാമറ സ്റ്റട്ടർ മാറ്റിയിട്ടുണ്ട്. ഓവറോൾ കുറച്ചുകൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട് UI. എന്നാൽ മോട്ടോ ചെയ്ത ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ OS അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് 7 കൊല്ലത്തെ OS അപ്ഡേറ്റ്സും 7 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടും. ഇപ്പോൾ വേറൊരു കാര്യം ആൾക്കാർ പറയും, ബ്രോ 7 കൊല്ലത്തേക്ക് അപ്ഡേറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, മോട്ടോറോള അല്ലേ ഇവരുടെ സർവീസ് ശോകമല്ലേ എന്ന്. ഈ ഒരു ഫീഡ്ബാക്ക് ഫോൺ റിവ്യൂ ചെയ്യുന്ന ഞങ്ങൾ മോട്ടോറോളയായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഫൈനലി അതിനൊരു ആൻസർ വന്നിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിനൊപ്പം നിങ്ങൾക്ക് ഒരു മോട്ടോ എലൈറ്റ് കെയർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കിട്ടുന്നുണ്ട്. സോ സംഭവം എന്താ വെച്ചാൽ ഈ ഫോൺ എന്തെങ്കിലും പ്രശ്നം വന്നു വിചാരിക്കും, ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ ബഡ്ഡി ഉണ്ടാവും നിങ്ങളുടെ സർവീസ് ഇഷ്യൂസിന്. ഈ ഫോൺ സർവീസ് ചെയ്യാൻ കൊണ്ടുവന്ന സമയത്ത് ഫോൺ കയ്യിലില്ല എന്നുള്ള പേടി വേണ്ട, നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ബൈ ഡിവൈസ് ഫ്രീ ആയിട്ട് തരും. അതായത് ഈ ഫോൺ റിപ്പയർ ചെയ്ത് വരുന്നവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേറൊരു ഫോൺ തരും. ഇനി സർവീസ് സെന്റർ അന്വേഷിച്ച് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. പ്രശ്നമുണ്ടോ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് ഫോൺ പിക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാൻഡ് ബൈ ഡിവൈസ് വന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് റിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. സോ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പരിപാടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സർവീസിന്റെ ടെൻഷൻ എല്ലാം അവിടെ മാറി കിട്ടില്ല. ഇനി അടുത്ത രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തുള്ളത് ഒരു സിഗ്നേച്ചർ ക്ലബ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഐഫോൺ പോലെയുള്ള ഫോണുകളാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. ഇത്ര ലക്ഷം രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങിയിട്ട് പോലും ഇല്ലാത്ത പ്രിവിലേജസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ സിഗ്നേച്ചർ ക്ലബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള 24/7 അസിസ്റ്റന്റ് ആയിട്ട് കൂട്ടിക്കോ. അവരുമായിട്ട് നിങ്ങൾക്ക് കോളിൽ കൂടെ മെസ്സേജിൽ കൂടെ വാട്സാപ്പിൽ കൂടെ റീച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, അതായത് ലീഗലി ആൻഡ് എത്തിക്കലി ഉള്ള എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് നിങ്ങൾക്ക് സാധിച്ചു തരും. ഇനി ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള 24/7 അസിസ്റ്റൻസിന് നിങ്ങൾക്ക് വർഷാവർഷം പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് 20,000 rupees വർത്ത് ആയിട്ടുള്ള ഈ ഒരു മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. സോ ജസ്റ്റ് നിങ്ങൾ മോട്ടോറോള സിഗ്നേച്ചർ ക്ലബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് സർവീസസ് അവിടെ കാണാനായിട്ട് പറ്റും. അതിനുള്ളിലൂടെ എന്ത് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിലുള്ളതല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സർവീസ് വേണം. അതായത് ഇപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടി എനിക്കൊരു ലംബോർഗിനി കാർ വേണം, ഇന്ന് രാവിലെ തന്നെ ലംബോർഗിനിയിലാണ് കൊണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 24/7 ഏജൻറ്റിൻ്റെ അടുത്ത് പോവുക, ഏജൻറ്റിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പരിപാടി എല്ലാം ഒപ്പിച്ചു തരും. പിന്നെ നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ ഈ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് സർവീസിന് ഒരു കാശും കൊടുക്കേണ്ട, എല്ലാവരും ചെയ്തോളും. പിന്നെ പ്രൊഡക്റ്റ് എന്തെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിന് നിങ്ങൾ പൈസ കൊടുക്കണം. പക്ഷേ നിങ്ങൾക്ക് 6,000 രൂപ ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടും. അതായത് അപ് ടു 6,000 rupees നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിനോ യൂസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും പറ്റും. സോ എനിക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും ആദ്യത്തെ ഫോണാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി വരുന്നത്. ഇതൊക്കെ ശരിക്കും ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കൊടുക്കേണ്ട ഒരു പരിപാടിയാണ്. സോ മോട്ടോ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നതിൽ ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ് ടു മോട്ടോ. ഐ വുഡ് സേ 1.5 lakhs നിങ്ങൾ സ്പെൻഡ് ചെയ്യണതിന് വരെ അതിൻ്റെ 3 times ലെസ് മണി കൊടുത്ത് നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വാല്യൂ തരുന്ന, ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തരുന്ന ആൻഡ് ഇതേപോലെ എക്സ്ക്ലൂസീവ് പ്രിവിലേജസ് ഒക്കെ തരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 100% നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇതിൻ്റെ ഓഫർ പ്രൈസ് 54,999 rupees ആണ്. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ എഴുതി കാണിച്ചേക്കാം. ആൻഡ് ഈ വരുന്ന ജനുവരി 30 ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് ഫ്ലിപ്കാർട്ടിൽ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു വാല്യൂ ഫോർ മണി, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി പ്രൈസ് കണ്ടപ്പോൾ. ഞാൻ ഒരു 70K എബോവ് പ്രതീക്ഷിച്ചാണ് ഈ ഒരു പ്രൈസ് കാരണം. ബട്ട് ഇത്ര ഒരു നല്ല പ്രൈസിന് ഇത്രയും പ്രിവിലേജസ് വരുന്ന പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, ഡിസ്പ്ലേ, ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ഫോൺ നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഇട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മോട്ടോറോള സിഗ്നേച്ചർ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത്ര ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.